ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തത്സമയം പ്രതികരിക്കും. ഇതിനെ സജ്ജമാക്കിയിട്ടുണ്ട്. കൺട്രോൾ റൂം നമ്പർ 8075011853. ഒന്നുകൂടി പറയാം, 8075011853. ഇതാണ് ഞങ്ങളുടെ കൺട്രോൾ റൂം. പൊതുജനങ്ങൾക്ക് ഇവിടെ ചികിത്സയിലുള്ളതോ അല്ലെങ്കിൽ അത്യാഹിതത്തിൽ പെട്ടിട്ടുള്ള രോഗികളെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അഞ്ച് പേരുടെ അതീവ ഗുരുതരം, ഒരാൾ വെന്റിലേറ്ററിലാണ്. ബാക്കി ഇപ്പോൾ വരുന്നത് അവസാനം വരുന്നതൊക്കെ മരണപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് കൊണ്ടുവരുന്നത്. 5 പേര് അതീവ ഗുരുതരം. എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ സ്പെസിഫിക് ഞങ്ങൾക്കൊരു ബേൺസ് ICU തന്നെ ഫെസിലിറ്റി ഉണ്ട്. പ്ലാസ്റ്റിക് സർജൻസ് ഉണ്ട്. ബാക്കി സർജൻസ്, ഓർത്തോപെഡീഷ്യൻസ്, അനസ്തറ്റിസ്റ്റ്, ഇന്റൻസിവിസ്റ്റ് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് എല്ലാ ടീമുകളും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചികിത്സയിലുള്ള എല്ലാവരെയും ഉചിതമായ എല്ലാ തരത്തിലുള്ള ചികിത്സയും ലഭ്യമാക്കിയിട്ടുണ്ട്. അത് മന്ത്രിതലത്തിലും DME തലത്തിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് നിന്നൊക്കെ ആൾക്കാർ വരുന്നു എന്ന് പറഞ്ഞു. എല്ലാം കോർഡിനേറ്റഡ് ആണ്. ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും മറ്റു മെഡിക്കൽ കോളേജുകളിലും ഒക്കെ മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആസ് സച്ച് നമുക്ക് ഇവിടെ എല്ലാം പ്രിപ്പയർഡ് ആണ്. പേഷ്യന്റ് വരുന്നതനുസരിച്ച് അതിന്റെ ഒരു ട്രജക്ടറി എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എല്ലാ കാറ്റഗറി ഓഫ് സ്റ്റാഫ്, ഡോക്ടർമാരും നഴ്സുമാരും സപ്പോർട്ടിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി, എല്ലാ കാര്യങ്ങളും പ്രിപ്പയർഡ്, എല്ലാം വെൽ കോർഡിനേറ്റഡ് ആണ്. അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ മറ്റു കാര്യങ്ങൾ തിരിച്ചറിയുന്ന കാര്യങ്ങളൊക്കെ ഫോറൻസിക് മെഡിസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. മോർച്ചറിയില് ആ പ്രോസസ് ആരംഭിക്കാൻ പോകും. അത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേകം ഏരിയ സജ്ജമാക്കിയിട്ടാണ് മേധാവിയുടെ നേതൃത്വത്തിൽ നമ്മൾ അവിടെ ഫോറൻസിക് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ മോർച്ചറിയിൽ പ്രത്യേക ഏരിയ സജ്ജമാക്കിയിട്ട് തിരിച്ചറിയലിന്റെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിപ്പോ അതിൽ 7 പേര് ശരിക്കും ബോഡിയായിട്ടാണ് വന്നത്, ഫുൾ ബോഡിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ 5 പേരുടേത് പാർട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിപ്പോ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ പ്രോസസ് കഴിഞ്ഞാലേ അതിൽ ക്ലാരിറ്റി വരും, അതിൽ വ്യക്തത വരുള്ളൂ. റിസീവ് ചെയ്തിട്ടുള്ളത് 12. പക്ഷെ ഒരുപാട് പാനിക്കും വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതുവരെയുള്ള സിറ്റുവേഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആ ഹെൽപ്പ് ലൈൻ നമ്പറിൽ അഡ്മിറ്റ് ചെയ്ത രോഗികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിരിക്കും. അല്ല, അതിന്റെ തിരിച്ചറിയലും മറ്റു പ്രോസസ്സും നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് നമ്മുടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലാണ്, മോർച്ചറിയിലാണ് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ, ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓൾറെഡി പേഷ്യൻസ് വരുന്നതിന് മുൻപ് തന്നെ നമ്മളിത് വിവരം അറിഞ്ഞത് ഉടനെ തന്നെ നമ്മുടെ റെഡ് സോൺ ഇവാക്യുവേറ്റ് ചെയ്ത് നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാം എസ്കലേറ്റ് ചെയ്ത് മറ്റു രോഗികളെ മറ്റു സ്ഥലത്തേക്ക് മാറ്റുകയും അതോടൊപ്പം തന്നെ ഈ ബേൺസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്ലാസ്റ്റിക് സർജൻ എല്ലാവരും നമ്മൾ അപ്പം തന്നെ അലർട്ട് കൊടുത്തു. എല്ലാ വകുപ്പ് മേധാവികൾക്കും അലർട്ട് കൊടുത്തു. എല്ലാ വിഭാഗം നമ്മുടെ വകുപ്പ് മേധാവിമാരും ഡോക്ടർമാരും ഇന്റേൺസും നഴ്സിംഗ് all categories of staff were in place before the first patient arrived. So everything is in place. നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് എസ്കലേറ്റ് ചെയ്യും. DMEയുടെയും മിനിസ്റ്ററുടെയും ഹെൽത്ത് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ ദേ ആർ ഓൾ മോണിറ്ററിംഗ് ദ സിറ്റുവേഷൻ. കളക്ടർ ഈസ് ഓൾസോ മോണിറ്ററിംഗ്. അതനുസരിച്ചിട്ട് നമ്മൾ ആസ് ഇൻ ഇറ്റ് ഇവോൾവ്സ് വിൽ ടേക്ക് ഫർദർ സ്റ്റെപ്സ്. I think teams already have been mobilized from other medical colleges. As such, our team is ready and taking care. നമ്മുടെ അറിവില് കൊണ്ടുപോയിട്ടില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. വേറെ എവിടുന്ന റിപ്പോർട്ടുകളും ഇല്ല. അതെ അതെ, നമുക്ക് ബേൺസ് യൂണിറ്റ് വളരെ ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു ബേൺസ് യൂണിറ്റ് പ്രവർത്തന സജ്ജമായിരുന്നു. ഇപ്പൊ ഡോക്ടർ കലേഷിന്റെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി അത് ടീം എല്ലാം റെഡിയാണ്. ഇറ്റ് സെറ്റ്. നമുക്കൊരു നല്ല ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ബേൺസ് യൂണിറ്റ് അടുത്ത സമയത്തായിട്ട് അത് സെറ്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. ഒരാള് വെന്റിലേറ്റർ, 13 5 പേര് സീരിയസ് ആണ്. അതിൽ ഒരാൾ ഓൾറെഡി വെന്റിലേറ്ററിലാണ്. 2 പേരും കൂടി വെന്റിലേറ്ററിലേക്ക് മാറും.
13 പ്ലസ് സി 12 25 പേര്. ഈ നമ്പറുകൾ ഫ്ലോട്ടിംഗ് ആണ്. കാരണം ഓരോ മിനിറ്റും ഇപ്പൊ രോഗിയെ കൊണ്ടുവരുന്ന അനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ ഇങ്ങോട്ട് വരുന്ന സമയത്തുള്ള കാര്യമാണ് നമ്മൾ മാറുന്നത് പറയുന്നത്. പൊതുജനങ്ങളോട് ആ ഒരു കോൺടാക്ട് നമ്പർ കൂടി കൊടുക്കും. കൺട്രോൾ റൂമിന്റെ നമ്പർ ഫോറൻസിക് ഡോക്ടർ ഹിതേഷിന്റെ നേതൃത്വത്തിൽ ഒരു ടീം അതിന് സെറ്റാണ്. താങ്ക് യു. മരണസംഖ്യ ഉയരുകയാണ്. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ 12 ആയിരിക്കുന്നു എന്നതാണ് അത് സ്ഥിരീകരിച്ച വിവരമാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ് മാധ്യമങ്ങളോട് ഈ കണക്ക് നൽകിയത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒരു കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ആ നമ്പർ 8075011853 എന്നതാണ്. ആ നമ്പർ പ്രേക്ഷകർക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. 12 മരണം, അതിൽ 7 ശരീരം കൂടാതെ 5 ശരീരഭാഗങ്ങൾ എന്ന തരത്തിലേക്കാണ്. 13 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ തന്നെ 5 പേരുടെ നില ഗുരുതരമാണ്. വെന്റിലേറ്ററിലുള്ള ആളുകളുണ്ട് എന്നാണ് ഡോക്ടേഴ്സ് വ്യക്തമാക്കിയത്. പക്ഷേ ഈ കണക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അനുനിമിഷം കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നു. പൊള്ളലേറ്റവരാണ് പലർക്കും 70% മുകളിൽ പൊള്ളലേറ്റിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഗുരുതരമായ ഒരു അവസ്ഥ തന്നെയാണ്. അങ്ങനെ ആ കണക്ക് മാറുകയാണ്. നിലവിൽ 12 പേരുടെ മരണം എന്നതാണ് സ്ഥിരീകരിക്കുന്നത്. 13 പേർ ചികിത്സയിൽ, അതിൽ 5 പേരുടെ നില ഗുരുതരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.